ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓക്കെ, ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദേശീയ കപ്പലോട്ട ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഏപ്രിൽ 5, നവംബർ 10, ഡിസംബർ 7, ജനുവരി 11. ഓക്കെ, ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഏപ്രിൽ 5 ആണ്. ഏപ്രിൽ 5. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഓപ്ഷൻ എ ബെനഡിക്ട് 14, ബെനഡിക്ട് 16, ലിയോ 14, ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏതാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ? ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ലിയോ 14 ഇപ്പോഴത്തെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആറാമത്തെ ചോദ്യം, 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? ബ്രസീൽ, അർജന്റീന, ബൊളീവിയ, വെനസ്വല. ഓക്കെ, അപ്പോൾ മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? ഓപ്ഷൻ ഡി, വെനസ്വല രാജ്യക്കാരിയാണ് മരിയ കൊറീന മച്ചാഡോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ബ്രിക്സ് സംഘടനയിലെ 2024 ജനുവരിയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം ഏതാണ്? മൗറീഷ്യസ്, ലെബനൻ, ട്യൂണീഷ്യ, ഈജിപ്ത്. ഓക്കെ, ബ്രിക്സ് സംഘടനയിൽ 2024 ജനുവരിയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 2025 പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി വ്യവസായി ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ, MA യൂസഫ് അലി, രവിപിള്ള, ക്യാപ്റ്റൻ കൃഷ്ണൻ നമ്പ്യാർ. ഓക്കെ, 2025 പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി ആരാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യരാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി വ്യവസായിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, കേരള ആരോഗ്യവകുപ്പിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗത്തിൻ്റെ നിവാരണവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം, കുഷ്ഠരോഗം, പ്രമേഹം, അർബുദം. ഓക്കെ, അപ്പോൾ കേരള ആരോഗ്യവകുപ്പിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗത്തിൻ്റെ നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ക്ഷയരോഗം, ഓപ്ഷൻ ബി കുഷ്ഠരോഗം, ഓപ്ഷൻ സി പ്രമേഹം, ഓപ്ഷൻ ഡി അർബുദം. ഇതിലെ ആൻസർ ഓപ്ഷൻ ബി കുഷ്ഠരോഗം ആണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്? ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടി, ശ്രീലങ്കൻ പീപ്പിൾസ് പെരമുന, ജനതാ വിമുക്തി പെരമുന, യുണൈറ്റഡ് നാഷണൽ പാർട്ടി. ഓക്കെ, അപ്പോൾ അനുര കുമാര ദിസനായകെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിലെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ജനതാ വിമുക്തി പെരമുന. ഇനി അടുത്ത ചോദ്യം, ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ച മലയാളി വിദ്യാർത്ഥിനി ആരാണ്? അദിതി അശോക്, ഓപ്ഷൻ ബി ആകാംക്ഷ അശോക്, ഓപ്ഷൻ സി അനുശ്രീ അശോക്, ഓപ്ഷൻ ഡി അഞ്ജു അശോക്. ഓക്കെ, അപ്പം 4 അശോകാണ്. നല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ച
മലയാളി വിദ്യാർത്ഥിനി ആരാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആകാംക്ഷ അശോകാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 2025 ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ പോൾ വാൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച 19 വയസ്സുകാരൻ ആരാണ്? ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ദേവ്കുമാർ വീണ, ഓപ്ഷൻ ബി KP സ്വാദിഷ്, ഓപ്ഷൻ സി S ശിവ, ഓപ്ഷൻ ഡി ഉർവിൽ പട്ടേൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ദേവ്കുമാർ വീണയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ശരിയായ വിവരങ്ങൾ ഏതെല്ലാം? ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനയിലെ പട്ടികകളുടെ എണ്ണം 12 ഭരണഘടനയുടെ ഭാഗങ്ങൾ 22. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസൊക്കെ നോക്കുക. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? ഓക്കെ, അപ്പോൾ ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ഓക്കെ, 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി അടുത്ത ചോദ്യം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന് സമീപിക്കാവുന്ന കോടതികളേവ? സുപ്രീം കോടതി, മുൻസിഫ് കോടതി, ഹൈക്കോടതി, 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. ഓക്കെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഓക്കെ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് മൗലികാവകാശമാക്കിയിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A, അനുച്ഛേദം 20A, അനുച്ഛേദം 19A, അനുച്ഛേദം 22A. ഓക്കെ, അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് മൗലികാവകാശമാക്കിയിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം